പ്രൈസ് ലോർഡ്. ആ കോർഡ്ലെസ് മൈക്ക് കൊടുത്തേ. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില വിഷയങ്ങൾ ചിന്തിച്ചു കർത്താവിൻ്റെ 2ാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ. ആമേൻ. തുടർന്ന് അതിൻ്റെ 2ാമത്തെ ദിവസമായി ഇന്ന് അതിനോടനുബന്ധിച്ചുള്ള ചില വിഷയങ്ങളോട് ചിന്തിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ച താക്കോൽ വാക്യം ഏതാണെന്ന് അറിയാമോ? 2 പത്രോസ് 3:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 1 മുതൽ 3 വരെ വാക്യങ്ങളൊന്ന് വായിക്കാമോ ഇപ്പോൾ? രണ്ടാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്നെ കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. 2ാം ലേഖനം, ഇത് നിങ്ങൾക്ക് എഴുതുന്ന 2ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ ഇവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചത് 4 സാക്ഷ്യങ്ങളിൽ 1ാമത്തെ സാക്ഷ്യമായിരുന്ന പ്രവാചക സാക്ഷ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ തൊട്ട് അതിൻ്റെ താഴെ പ്രവാചകന്മാർ മുൻപറഞ്ഞത് വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം. ആമേൻ. 2ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ. ആമേൻ. നമുക്കറിയാം എത്ര ലേഖനം നമ്മൾക്ക് ഉണ്ട്. പുതിയ നിയമത്തിൽ എത്ര ലേഖനമുണ്ടെന്നറിയാമോ? മൊത്തത്തിൽ 21 ലേഖനമുണ്ട്. 14 ലേഖനം പൗലോസ് എഴുതിയതാണ്. പ്രൈസ് ദി ലോർഡ്. മൊത്തത്തിൽ 21 ലേഖനമുണ്ട്. ആമേൻ. ആ 21 ലേഖനങ്ങളിൽ ഈ 21 ലേഖനങ്ങൾ എഴുതിയത് 5 അപ്പോസ്തലന്മാരാണ്. പൗലോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യൂദ. ഈ 5 പേർ ചേർന്നാണ് ഈ പുസ്തകങ്ങൾ എഴുതിയത്. ആമേൻ. അപ്പോൾ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 5 പേരും ലേഖനങ്ങൾ എഴുതിയപ്പോൾ ഹല്ലേലൂയ വിവിധ വിഷയങ്ങളാണ് ഇവർ എഴുതിയിരിക്കുന്നത്. പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു വിഷയം, പല വിഷയങ്ങൾ കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ പല വിഷയങ്ങൾ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് എഴുതുന്നു. ആമേൻ. പത്രോസ് വീണ്ടും വരവിനെക്കുറിച്ച് എഴുതുന്നു. അങ്ങനെ പല വിഷയങ്ങൾ ഇവർ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവരെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ പ്രഖ്യാപിച്ചതും ദർശനം കണ്ടതുമായിട്ടുള്ളൊരു വിഷയമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവാണ്. ഇവരെല്ലാവരും എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യത്തിൽ ഈ 5 അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം എന്താണെന്ന് ചിന്തിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് 1ാമത്തെ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യത്തിലെ 1ാമത്തെ സാക്ഷ്യത്തിലേക്ക് കടന്നു വരാം. 1ാമത്തെ സാക്ഷ്യം പൗലോസിൻ്റെ സാക്ഷ്യം. ആമേൻ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ സാക്ഷ്യം. അതുമല്ല, ഈ 5 അപ്പോസ്തലന്മാരും വ്യത്യസ്തമായ നിലകളിൽ കർത്താവിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 2ാമത്തെ മടങ്ങി വരവിൽ വ്യത്യസ്തമായ നിലകളിൽ, അതും കൂടെ നമ്മൾ അതിനോടൊപ്പം ചിന്തിക്കുന്നുണ്ട്. ആമേൻ. അപ്പോൾ നമുക്ക് 1ാമത്തെ ഇതിലേക്ക് വരാം. പൗലോസിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു എന്ന് ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 17 വായിക്കാമോ? പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ ഇന്നലെ ചിന്തിച്ചത് മുഴുവനും കർത്താവിൻ്റെ പരസ്യ വരവിനെ കുറിച്ചായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ പറയുന്നു കർത്താവിൻ്റെ രഹസ്യ വരവിനെ കുറിച്ചാണ് പൗലോസും അതുപോലെ തന്നെ യോഹന്നാനും യാക്കോവും പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞിരിക്കുന്നത് രഹസ്യ വരവിനെ കുറിച്ചാണ്. ആമേൻ. എന്താണ് രഹസ്യ വരവ്, എന്താണ് പരസ്യ വരവെന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. പിന്നെ പത്രോസും യൂദയും പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ പരസ്യവരവിനെ രഹസ്യവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതലായി എടുത്തു പറഞ്ഞിരിക്കുന്നത് പരസ്യവരവിനെ കുറിച്ചാണ്. അപ്പം ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത് പൗലോസിൻ്റെ ചിന്ത, ഈ രഹസ്യവരവിനെ കുറിച്ചുള്ള പൗലോസിൻ്റെ ചിന്തയാണ് നമ്മളിവിടെ വായിച്ചത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും, ആമേൻ. 16 വാക്യം വന്നിട്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പം 3 കാഹളങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത്. ഒന്ന് കർത്താവിൻ്റെ ഗംഭീരനാദം, 2 പ്രധാന ദൂതൻ്റെ ശബ്ദം, ആമേൻ, ഹല്ലേലൂയ, 3 ദൈവത്തിൻ്റെ കാഹളം. ഈ 3 കാഹളങ്ങൾക്ക് ഒരു മർമ്മമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ മർമ്മം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കാഹളം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആ മേഘപ്രത്യക്ഷതയിൽ, ഹല്ലേലൂയ, അഥവാ രഹസ്യവരവിൽ കർത്താവായ യേശുക്രിസ്തു മേഘപ്രത്യക്ഷതയിൽ വന്നുകൊണ്ട്, ആമേൻ, ആ കാഹളം ത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ഓരോ കാഹളത്തിനും ഓരോ പദ്ധതിയുണ്ട്. ആമേൻ. ആ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, ആ ശബ്ദം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. സകല വിശുദ്ധന്മാരും, ആമേൻ, ഹല്ലേലൂയ, ആദാം മുതൽ മരിച്ച സകല പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമത്തിൽ ക്രൂശിലെ രക്ഷയെ ഏറ്റെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, മരിച്ച് ജീവിച്ച് വചനപ്രകാരം ജീവിച്ച് മരിച്ച സകല പുതിയ നിയമ വിശുദ്ധന്മാരുൾപ്പെടെ ആ ഒരു വലിയ കോടാനുകോടി ജനം വരുന്ന വിശുദ്ധ സംഘം, ആമേൻ, ആ വിശുദ്ധ ആ സൈന്യം, ആമേൻ, കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ അതിനെക്കുറിച്ച് പറയുന്നത്? സങ്കീർത്തനം 50:5 വായിക്കാമോ? ആമേൻ, ഹല്ലേലൂയ. ആ ഒരു സംഭവത്തെക്കുറിച്ച്, കർത്താവിന്റെ കാഹളത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ യാഗം കഴിച്ച്, ആമേൻ, എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ഹല്ലേലൂയ. യാഗം കഴിച്ച്, ആമേൻ. ആരാണ് യാഗം കഴിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാരായി യാഗം കഴിച്ച് നമ്മളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ, ക്രൂശിലെ രക്തത്താൽ, ആ യാഗത്താൽ വന്നവരാണ്. എന്നാൽ യാഗം കഴിച്ച് നിയമം ചെയ്ത പഴയ നിയമ വിശുദ്ധന്മാർ അവൻ്റെ ശബ്ദം, എൻ്റെ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എല്ലാ വിശുദ്ധന്മാരും തൻ്റെ അടുക്കലേക്ക് പറന്നു വരും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 26:19 വാക്യം. ആമേൻ. ഈ വിശുദ്ധന്മാരൊക്കെ ഇപ്പോഴെവിടെയാണ് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാവ് 26:19. നിന്റെ ദൂതന്മാർ ജീവിക്കുകയും എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പുടിയിൽ കിടക്കുന്നവരെ നിന്റെ വൃതന്മാർ ജീവിക്കും. ആമേൻ, ഹല്ലേലൂയ. മരിച്ച നിന്റെ വൃതന്മാർ, വിശുദ്ധന്മാരായ വൃതന്മാർ ജീവിക്കും. എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ, സമുദ്രത്തിൽ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധന്മാരായിക്കൊള്ളട്ടെ, ഭൂമിയിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധന്മാരായിക്കൊള്ളട്ടെ, തീക്കിരയായ വിശുദ്ധന്മാരായിക്കൊള്ളട്ടെ, എല്ലാവരും ഈ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ശവങ്ങളൊക്കെയും എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവർ ഉണർന്നു ഘോഷിക്കും. അവർ എഴുന്നേറ്റ്, ഹല്ലേലൂയ, മേഘാരൂഢനായി വരുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട്, ഹല്ലേലൂയ,
ആനന്ദ നൃത്തമാടുന്ന സമയം ഹല്ലേലൂയ നമ്മുടെ മുൻപിലുണ്ട്. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ആ പ്രഭാതത്തിലെ മഞ്ഞെന്ന് പറയുന്നത് യൗവനക്കാരായ യൗവനക്കാരൻ്റെ അവസ്ഥയിലെത്തുന്ന ഒരു ഉയർത്തപ്പെട്ട ശരീരത്തിൻ്റെ അവസ്ഥയാണ്. മൃദുലമായിട്ടുള്ള യൗവനത്വം തുളുമ്പുന്ന ആ മഞ്ഞിൻ്റെ അവസ്ഥ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ആ ഹല്ലേൽ സകല വിശുദ്ധന്മാരും ആ മഹത്വമുള്ള ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് കർത്താവിൻ്റെ കാഹളം, ആ കാഹളത്തെങ്കിൽ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. ആദാം മുതൽ ഉള്ള സകല പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വരും. രണ്ടാമതായി പ്രധാന ദൂതൻ്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. പ്രധാന ദൂതൻ്റെ ശബ്ദം എന്ന് പറയുന്നത് സംരക്ഷണത്തിൻ്റെ കാഹളമാണ്. സംരക്ഷണത്തിൻ്റെ കാഹളം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 34-7 സങ്കീർത്തനം, ഹല്ലേലൂയ, 7 വാക്യം, 34:7. നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ എനിക്ക് അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്ന ഒരു ഹല്ലേലൂയ ദൂത സൈന്യം. ആമേൻ. ആ ദൂതന്മാർ, ഈ ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത് ആ ത്തിൻ്റെ കാഹളമാണ്. കർത്താവായ യേശുക്രിസ്തു വാനമേഘത്തിൽ കടന്നു വരുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് സകല ശത്രുവായവൻ, പിശാചായവൻ ഹല്ലേലൂയ ദൂരത്ത് നിന്നുകൊണ്ട് കാണുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരെ തടുക്കുവാൻ അവരെ ആ ഉയർപ്പിൽ നിന്ന് അവരെ തടുക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൂതന്മാർ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു കാവൽ നിന്നുകൊണ്ട് നമ്മളെ ഹല്ലേലൂയ കാത്തു പരിപാലിക്കുന്ന ഒരു ദൂത സംഘം. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ പറയുന്ന ദൂതന്റെ ശബ്ദം. നമുക്കറിയാം ഹല്ലേലൂയ. അത് നമുക്കൊരു ഉദാഹരണം ചിന്തിക്കുവാണെങ്കിൽ നമുക്കറിയാം 2 രാജാക്കന്മാരുടെ പുസ്തകം. ആമേൻ, ഹല്ലേലൂയ. വേഗത്തിൽ അതൊന്ന് ചിന്തിച്ചു പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-12 വാക്യം ഒന്ന് വായിക്കാമോ? അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. അതിന് അവൻ, നീ പ്രയാസമുള്ള, എന്താ ചോദിച്ചെന്നറിയോ? നിന്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അതാ അവൻ ചോദിച്ചേ, ഇരട്ടി പങ്ക് എനിക്ക് വേണം. അതാ പറഞ്ഞു, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. വായിക്കാം. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിക്കും. അപ്പോൾ ആ ഭക്തന്റെ മനസ്സിന്റെ ആഗ്രഹത്തെ മനസ്സിലാക്കി ഏലിയാവ് പറയാ, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആഗ്രഹവും നമ്മുടെ കർത്താവിൽ നിന്ന് പ്രാപിക്കണം, കർത്താവിൻ്റെ വചനം പ്രാപിക്കണം, അഭിഷേകം പ്രാപിക്കണം, കൃപാവരങ്ങൾ പ്രാപിക്കണമെന്നായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാട്ടെ. അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. താഴോട്ട് വായിച്ചാട്ടെ. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വരങ്ങളും അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. നോക്കണമേ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും ഏലിയാവിനെ ഹല്ലേലൂയ എടുത്തുകൊണ്ടുപോകാനുള്ള അഗ്നിരഥങ്ങളും അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക്. തൊട്ടടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേനും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. മതി, ഇവിടെ നോക്കണം. ഇവിടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഏലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. കാരണം ഈ ഏലീശ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഏലിയാവ് തൻ്റെ ആ മഹത്വ ശരീരം, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം, ആ മഹത്വ ശരീരം പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഏലിയാവിന് ചുറ്റും തേരും തേരാളികളുമായിട്ട്
ദൂത സംഘത്തെ കണ്ടിട്ട് ഏലിശ വിളിച്ചു പറയുക, എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, ഇസ്രയേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. അങ്ങനെ കണ്ടിട്ട് സന്തോഷത്തോടെ ആ ഏലിശ പറയുകയാണ്, ഞാൻ ആ ദൂത സംഘത്തെ, ആ ഏലിയാവിനെ എടുത്തു കൊണ്ടുപോകാൻ വന്ന ആ ദൂത സംഘത്തെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതേ ദൂത സംഘം ആമേൻ കർത്താവ് വാനമേഘത്തിൽ കാഹളനാദത്തോടുകൂടെ കടന്നു വരുമ്പോൾ അവൻ്റെ വചനപ്രകാരം ജീവിച്ച് ഹല്ലേലൂയ അവൻ്റെ വചനം അനുസരിക്കുന്ന എന്നെയും നിങ്ങളെ സ്വീകരിക്കുവാൻ, എന്നെയും നിങ്ങളെയും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷണം ചെയ്യുവാൻ അതേ ദൂത സംഘം ഇറങ്ങി വരും. ഹല്ലേലൂയ. വിശ്വാസ കണ്ണാലെന്നൊന്ന് കാണാമോ? അതേ ദൂത സംഘം നിങ്ങളെ വരവേൽക്കുവാൻ വാനമേഘത്തിൽ ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇറങ്ങി വരും. ആമേൻ, ഹല്ലേലൂയ. നാം എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യം ഈ ലോകത്ത് ആർക്കും ലഭിച്ചിട്ടില്ല. ഇത്ര നൽഭാഗ്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് കർത്താവിൻ്റെ കാഹളം, രണ്ട് ദൂതന്റെ ശബ്ദം, മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കാഹളം. അവിടെ പറയുന്നു ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ. അതാണ് അന്ത്യകാഹളം എന്ന് പറയുന്നത്. ആമേൻ. ഈ ദൈവത്തിൻ്റെ കാഹളം എന്തിനാണ് ഉണ്ടാകുന്നത്? ഈ ദൈവത്തിൻ്റെ കാഹളം എന്തിനാണ് മുഴങ്ങുന്നത്? നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15:52. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ ഒന്ന് നിർത്തണേ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ കാഹളം അവിടെ, എൻ്റെ ദൈവത്തിൻ്റെ കാഹളം അവിടെ കേട്ടാൽ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മളാരും മരിച്ചിട്ടില്ല, നമ്മൾ നിദ്ര കൊണ്ടിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ആ കാഹളം കേൾക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ആമേൻ, അവിടെ പറയുന്നു കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ആമേൻ. നമ്മുടെ ഈ ശരീരം ഇപ്പോൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കാഹളം ഇറങ്ങുകയാണെങ്കിൽ ഈ ശരീരം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഈ ശരീരത്തിലെ സകല രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറുമെന്നേ. ഹല്ലേലൂയ. പ്രത്യാശയോടെ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒന്ന് ഒരുങ്ങാമോ? ആ കാഹളം ധ്വനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിദ്ര കൊള്ളാതെ ഈ ഭൂമിയിൽ ശേഷിക്കുന്ന അവൻ്റെ ഹല്ലേലൂയ വൃതന്മാരായ അവന് വേണ്ടി കാത്തിരിക്കുന്ന നാം ആ അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുന്ന ഹല്ലേലൂയ ആ സുദിനത്തിനായി പ്രത്യാശയോടെ, ഹല്ലേലൂയ, നിറവോടുകൂടെ, വചനപ്രകാരം മനസ്സോടുകൂടെ, നിറവോടുകൂടെ നമുക്ക് ഈ നാളുകളിൽ ജീവിക്കാം. എൻ്റെ കർത്താവിൻ്റെ വരവ് വരുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ശക്തിയോടെ അവനെ എതിരേൽക്കുവാൻ ആനന്ദ നൃത്തമാടി, ഹല്ലേലൂയ, മഹത്വമുള്ള ശരീരം പ്രാപിച്ചുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങാം ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ വചനമൊന്നും വൃഥാവല്ല. ഇത് ഉവ്വെന്നും ഇത് അങ്ങനെ തന്നെ എന്ന് പറയുന്ന വചനമാണ്. ഇത് സത്യമാണ്. ഈ വചനങ്ങളൊന്നും വൃഥാവല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാഹള ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇനിയും ആരാണ് ദൈവത്തിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഏത് ഗ്രൂപ്പുകാരാണ് എടുക്കപ്പെടുന്നത്? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഒരു ചിന്ത പെന്തക്കോസുകാരായിരിക്കും. അല്ല, പെന്തക്കോസുകാരല്ല കേട്ടോ. പെന്തക്കോസുകാരിൽ പലരും എടുക്കപ്പെടത്തില്ല. സത്യം ഞാൻ പറയാമല്ലോ, പെന്തക്കോസുകാർ പലരും എടുക്കപ്പെടത്തില്ല. കാരണം അവരുടെ ജീവിത രീതി അങ്ങനെ. പക്ഷേ എടുക്കപ്പെടുന്ന ആരാന്നറിയോ? ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം
എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് മാത്രമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കാഹളത്തിങ്കൽ എടുക്കപ്പെടാൻ കഴിയുകയുള്ളൂ. വീണ്ടും ജനിച്ച, ആമേൻ, ഹല്ലേലൂയ. വീണ്ടും ജനിച്ച എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുക്കപ്പെട്ട് വീണ്ടും ജനിച്ചു വചനപ്രകാരം ജീവിക്കുന്ന ദൈവവൈതലേ, വീണ്ടെടുക്കപ്പെട്ട നീ, ഹല്ലേലൂയ, വീണ്ടും ജനനം പ്രാപിച്ച നീ, വീണ്ടെടുക്കുവാൻ കർത്താവ് വരുമ്പോൾ അവനോടൊപ്പം പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ. ഇനിയും ഹല്ലേലൂയ ഈ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ കർത്താവായ യേശുക്രിസ്തു എന്ത് ദൗത്യത്തോടെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ അവൻ വരുന്നത് ഏത് നിലയിലാണ് വരുന്നതെന്ന് ഈ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. ഒന്ന് വായിക്കാമോ? ആമേൻ. എൻ്റെ കർത്താവ് വരുന്നത് ഒന്ന് വായിക്കും, 2 കൊരിന്ത്യർ 11:2. എൻ്റെ കർത്താവ് എന്ത് ദൗത്യത്തിനാണ് വരുന്നത്? ആമേൻ. ഈ രഹസ്യവരവിൽ എന്ത് ദൗത്യം കൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് നിലയിലാണ് വരുന്നതെന്ന ഒരു ചിന്തയാണ് അവിടെ പറയുന്നത്. ആമേൻ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പോൾ ഏത് നിലയിലാണ് കർത്താവ് വരുന്നതെന്നറിയോ? മണവാളൻ എന്ന നിലയിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മണവാളൻ എന്ന നിലയിൽ തൻ്റെ കാന്തയാകുന്ന സഭയെ ചേർക്കുവാൻ, ഹല്ലേലൂയ, ആകാശമേഘങ്ങളിൽ ദൂതഗണത്തിനോടൊപ്പം ദൈവത്തിൻ്റെ കാഹളത്തിനോടൊപ്പം, ഹല്ലേലൂയ, ദൂതന്മാരുടെ ശബ്ദത്തിൽ അകമ്പടിയോടൊപ്പം എൻ്റെ കർത്താവ് വരും. തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ മണവാളൻ എന്ന നിലയിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവിടെ പറയുന്നു, ആ വാക്യം ഒന്നുകൂടെ, ഞാൻ നിങ്ങളെക്കുറിച്ച്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ. ആരാണ് ഈ നിങ്ങളെക്കുറിച്ച്? നിങ്ങൾ ആരാണ്? ആമേൻ. നിങ്ങളെന്ന് പറയുന്നത് ആ പൗലോസ് തന്നെ അതിനൊരു ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്ഥേനസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. ഒന്ന് നിർത്തി വായിക്കണേ അവിടെ, രണ്ടാമത്തെ വാക്യം. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും എന്ന് പറയുമ്പോൾ കൊരിന്ത്യ, ഇത് എഴുതുന്നത് കൊരിന്ത്യ സഭയ്ക്കാ. കൊരിന്ത്യ സഭയിലുള്ളവർക്കും ഇവിടെയും ഇവിടെ എന്ന് പറയുന്നത് പൗലോസ് ഇരുന്ന് എഴുതുന്ന സമയം കൊരിന്ത്യ ലേഖനം എഴുതി എഫെസോസിൽ വെച്ച. അപ്പോൾ എഫെസോസിലുള്ള എല്ലാവരും വിശുദ്ധന്മാരെയും, അതുപോലെ തന്നെ എവിടെയും ഈ എവിടെയും എന്നുള്ള പദത്തിലാണ് ഞാനും നിങ്ങളും അടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഞാനും നിങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഈ ലോകം മുഴുവനുമുള്ള നമ്മൾ കണ്ടല്ലോ, ഈ 5 ഭൂഖണ്ഡങ്ങളിലുമുള്ള ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 5 ഭൂഖണ്ഡങ്ങളിലും പാർക്കുന്ന വീണ്ടെടുക്കപ്പെട്ട സകല ജനവും, ആമേൻ, ഹല്ലേലൂയ, ആ മണവാളനെ എതിരേൽക്കുവാൻ കടന്നു ചെല്ലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. അപ്പോൾ ഈ സഭയാകുന്ന മണവാട്ടി എങ്ങനെ ആയിരിക്കണം? ഇങ്ങനെ ഈ ഒരു മഹത്വം പ്രാപിക്കണമെങ്കിൽ ഈ സഭയാകുന്ന മണവാട്ടി എങ്ങനെ ആയിരിക്കണം? അതും നമ്മുടെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം വന്നിട്ട് 26-27 വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സഭയാകുന്ന മണവാട്ടി അപ്പോൾ എങ്ങനെയായിരിക്കണമെന്ന്. നിങ്ങളുടെ ഭാര്യ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാത്ത സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നോക്കണമേ, കറ ചുളുക്കം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ആമേൻ, ഹല്ലേലൂയ. അപ്പം ശുദ്ധിയുള്ളവരായി, നിഷ്കളങ്കതയുള്ളവരായി, ആമേൻ, കറ ചുളുക്കം മാലിന്യമൊന്നും ഇല്ലാത്ത ഒരു മണവാട്ടിയായി സഭ നിലനിൽക്കുന്നുവോ? ആ സഭയിലെ അംഗങ്ങളായി നമ്മൾ നിലനിൽക്കുന്നുവോ? എൻ്റെ കർത്താവായ ആ മണവാളൻ എന്ന നിലയിൽ എൻ്റെ കർത്താവ് കടന്നു വരുമ്പോൾ അവൻ്റെ കരം പിടിച്ച് നമുക്കും
പോകുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇനിയും ഇതിന് ഈ മണവാട്ടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന വേദഭാഗമുണ്ട്. എപ്പം ആര് പ്രസംഗിച്ചാലും ആ ഭാഗത്തിൽ കടന്നു പോകും. മണവാട്ടിയെ കുറിച്ച് പറയുമ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഞാനും എന്നാലും ഒന്ന് ചിന്തിക്കാം. അവിടുത്തെ 1-2 ചിന്തകൾ നിങ്ങളോട് പറയാം. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം. അത് പ്രസംഗിക്കാതെ പോകാൻ പറ്റത്തില്ല. മണവാളിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഞാനും പറയാണ്. നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് വരാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ 1 വായിച്ച്. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കും എടുത്തു പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യം. ഈ 10 കന്യകമാരെ 2 ഗ്രൂപ്പായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക, 2 ഗ്രൂപ്പാക്കിയിരിക്കുക. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഗ്രൂപ്പും വേറൊരു ഗ്രൂപ്പ് ബുദ്ധിയില്ലാത്ത ഗ്രൂപ്പും. ഈ ബുദ്ധിയുള്ള ഗ്രൂപ്പിൻ്റെ ബുദ്ധിയുള്ള ഗ്രൂപ്പ് എന്ന് അവരെ മനസ്സിലാക്കാൻ കാരണം എന്താണെന്നറിയോ? അവർ വിളക്കോട് കൂടെ എണ്ണയും എടുത്ത്, ആമേൻ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പം ഈ വിളക്കെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവർ ഇന്ന് പല സഭകളും വിളക്കുണ്ട് അവരുടെ കയ്യിൽ. അവർ വിളക്കും കൊണ്ടാണ്, വിളക്കും കഷത്ത് വെച്ചുകൊണ്ട് അവരെല്ലാ ഞായറാഴ്ചയും പള്ളിയിലൊക്കെ പോകും. പക്ഷെങ്കിൽ അവർ ഈ എണ്ണ എന്ന് പറഞ്ഞ സംഭവമില്ല. ആമേൻ. ഈ എണ്ണയുള്ളത് ആർക്കാണെന്നറിയോ? ബുദ്ധിയുള്ളവർ കയ്യില്ല. പ്രൈസ് ദി ലോർഡ്. എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. അപ്പം ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് എണ്ണയും വിളക്കുമുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന വായിക്കാം താഴോട്ട്. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരെ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു. നോക്കണമേ, മണവാളൻ താമസിച്ചപ്പോൾ എല്ലാവരും. അപ്പം ബുദ്ധിയുള്ളവരും ഇവിടെ മയക്കം പിടിച്ചു. ബുദ്ധി ഉണ്ടെന്നൊക്കെ വലിയ വീരവാദം അടിച്ചെങ്കിലും ഇവിടെ സംഭവം എന്തുവാ? മണവാളിനൊന്ന് ലേറ്റായപ്പം അവർ ഉറങ്ങി. എനിക്ക് തോന്നുന്നു ബുദ്ധിയില്ലാത്തവരുടെ തോളിൽ ചാരി കിടന്നായിരിക്കും ഇവർ ഉറങ്ങിയത്. സംഭവം ഉറങ്ങി. കാരണം എന്താണെന്നറിയോ? ഇന്ന് പല സഭയിലും സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം ഇതാണ്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയും, ചർച്ചിൽ വരും, പക്ഷേ ഉള്ളിൽ വചനമില്ല, പ്രത്യാശയില്ല. ആർക്കോ വേണ്ടി വരുന്നു, എന്തിനോ വേണ്ടി വരുന്നു, എന്തിനോ വേണ്ടി പോകുന്നു. ഈ ഒരു അവസ്ഥയിലുള്ള ആ ഒരവസ്ഥയാണ് ഇവിടെ പറയുന്നത്, ഈ ഉറക്കത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ഇങ്ങനെ ഉറങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് വായിക്കാം. പെട്ടെന്ന് അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. അപ്പം മണവാളൻ വന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയില്ലാത്തവർ ഉടനെ ചാടിക്കേറി നൈസിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, നിങ്ങളുടെ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് എനിക്ക് തരുമോന്ന്. പ്രൈസ് ദി ലോർഡ്. ഉടനെ മറ്റവര് അങ്ങനെ അവരെ തഴഞ്ഞു. അങ്ങനെ ഈ 5 പേരും കൂടെ ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തു അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഈ 5 പേരെയും കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ചെന്നു. ആ വാതിൽ തുറന്നു, അകത്ത് കയറി വാതിലടച്ചു. ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം പറയും, ഈ വാതിലടച്ചു എന്ന് പറയുമ്പോൾ ഒരു വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് അന്നേരം അതിൻ്റെ ഒരു വാതിലടച്ചതിൻ്റെ ഒരു പ്രാധാന്യത മനസ്സിലാക്കും കഴിയും. യെശയ്യാ പ്രവചനം 22-ന്റെ 22-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ. അവൻ തുറന്നാൽ ആരും അടക്കിയില്ല. ഈ കർത്താവ് വന്ന് ഈ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ ചെയ്താലും
അത് തുറക്കുകയില്ല. കാരണം വരുന്നതിന് മുൻപ് ആമേൻ വചനത്താലും ആത്മാവിനാലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി എരിവോടെ ദൈവവചന പ്രകാരം നീ നിൽക്കുന്നുവെങ്കിൽ എൻ്റെ മണവാളൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നീ അവനോടൊപ്പം എടുക്കപ്പെടും. പ്രൈസ്. അല്ലാത്ത പക്ഷം ഒരിക്കലായിട്ട് ഈ വാതിലൊന്ന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തുറക്കുകയില്ല. കാരണം അത് അടച്ചിരിക്കുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ പൗലോസിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത രണ്ടാമത്തെ അപ്പോസ്തലനായ യോഹന്നാൻ്റെ സാക്ഷ്യം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ട് ഈ നിമിഷം വരെ നമുക്കറിയത്തില്ല നമ്മൾ എന്താകുമെന്ന്. ആമേൻ. അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. വായിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം അവൻ താനിരിക്കും പോലെ. പ്രൈസ്. ആ വാക്യം ശ്രദ്ധിക്കണേ. അവൻ താനിരിക്കും പോലെ. ആമേൻ ആമേൻ. ഇപ്പൊ എങ്ങനെയാ എൻ്റെ കർത്താവ് ഇരിക്കുന്നേ? ആമേൻ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ച് ആമേൻ സകല അധികാരങ്ങളും ഹല്ലേലൂയ ഭൂലോകത്തിൻ്റെയും സ്വർലോകത്തിൻ്റെയും ഹല്ലേലൂയ സകല അധികാരങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങൾ അതറിയുന്ന നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഹല്ലേലൂയ ആരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന നമുക്ക് വേണ്ടി രാജാക്കന്മാരുടെ കോട്ടകളെ തകർക്കുന്ന ദുഷ്ടന്റെ ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഇപ്പോൾ സ്വർഗീയനായി സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. ആമേൻ. താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ ഒരു സാക്ഷ്യമാ ആ രണ്ടാമത്തെ വരവിനെ കുറിച്ച്. എൻ്റെ കർത്താവ് താനിരിക്കും പോലെ ഏതവസ്ഥയിലാ? സ്വർഗീയനെന്ന നിലയിൽ. ആമേൻ. സ്വർഗീയനെന്ന നിലയിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവിൽ ആമേൻ ഇറങ്ങി വരും. തൻ്റെ രഹസ്യ പ്രത്യക്ഷതയിൽ ഇറങ്ങി വരുമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ സാക്ഷീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവനിൽ ഈ പ്രത്യാശ ഉള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ ഈ സ്വർഗീയൻ എന്ന നിലയിൽ ആമേൻ. നിർമ്മലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മലിനമല്ലാത്തത് അഥവാ വിശുദ്ധീകരിക്കപ്പെട്ടത് അല്ലേ? വിശുദ്ധീകരിക്കും. അപ്പം വിശുദ്ധനായ ദൈവം ആമേൻ ഹല്ലേലൂയ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതായത് അവനോടൊപ്പം ആമേൻ നാമും വിശുദ്ധരായി മാറുന്നു. അതിൻ്റെ അർത്ഥം ആമേൻ സ്വർഗീയൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നത്, അവൻ വിശുദ്ധനായി കടന്നു വരുന്നത് നമ്മളെ വിശുദ്ധരായ തൻ്റെ മക്കളെ ചേർക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യമാണ് നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടു. എന്തൊക്കെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധി സംഭവിക്കണം. ഈ ആത്മാവിൻ്റെ വിശുദ്ധി എപ്പോഴാണ് സംഭവിച്ചത്? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആദാമ്യ പാപം മൂലം നമ്മുടെ ആത്മാവ് പാപത്തിലായപ്പോൾ ആദാമ്യ പാപം മുഖാന്തരം ഉണ്ടായ ആ പാപത്തെ മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവിന് വിശുദ്ധി ഉണ്ടായി. അടുത്തതെന്ന് പറയുന്നത് ദേഹിയുടെ വിശുദ്ധിയാണ്. ദേഹിയുടെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ആമേൻ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആ ദേഹി, നമ്മുടെ കണ്ണ്, മൂക്ക്, വാച്ച്, അതുപോലെ തന്നെ നമ്മുടെ ത്വക്ക് എന്നിവയെ നിയന്ത്രിക്കുന്ന നമ്മുടെ ആ ദേഹി വിശുദ്ധമായിരിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആ ദേഹി പൂർണ്ണമായി വിശുദ്ധി പ്രാപിക്കുന്നത്
നമ്മുടെ മരണത്തോടു കൂടി അതുവരെയും നമ്മൾ അതിനോട് പോരാടിക്കൊണ്ടിരിക്കണം. മരണത്തോടു കൂടെ മാത്രമേ ഒരു വിശുദ്ധൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുവരെ പ്രതിദിനവും നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം നമ്മുടെ ചിന്തകളിലൊക്കെ. ഹല്ലേലൂയ. അവിടെ അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണ്. അടുത്ത ദേഹവിശുദ്ധിയാണ്. ഈ ദേഹവിശുദ്ധി പ്രാപിക്കുന്ന എപ്പോഴാണെന്നറിയോ? ആമേൻ, അവൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോഴാണ്. ആമേൻ, മഹത്വമുള്ള ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ദേഹവിശുദ്ധി പ്രാപിക്കുന്നത്. അങ്ങനെ എല്ലാ നിലകളിലും ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വാക്യമുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ആമേൻ, ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യരായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ആ കർത്താവിന് വേണ്ടി യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആ സ്വർഗീയനായ കർത്താവ് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നിർമ്മലരായി നമ്മളായിരിക്കേണ്ടതിന്, വിശുദ്ധിയോടെ ഇരിക്കേണ്ടതിന്, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എന്നിവ വിശുദ്ധിയുള്ളവരെ കാത്തു പരിപാലിക്കാൻ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അടുത്ത 3 പേര് ഇതോടെ ഉണ്ട്, പക്ഷെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. യാക്കോബിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം. ദീർഘക്ഷമയോടെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഏത് നിലയിലാണ് കർത്താവായ യേശുക്രിസ്തു വരുന്നതെന്ന് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു കൃഷി ഫലമെടുക്കുന്ന യജമാനൻ എന്ന നിലയിൽ, ഹല്ലേലൂയ, ഒരു കൃഷിയുടെ ഫലമെടുക്കുന്ന യജമാനൻ എന്ന നിലയിൽ എൻ്റെ കർത്താവ് വരാൻ സമയമായെന്ന് അവൻ യാക്കോബ് സാക്ഷ്യം പറയുകയാണ്. ഹല്ലേലൂയ. അവൻ എന്തിനാ വരുന്നേ? ഹല്ലേലൂയ, ഫലം ശേഖരിക്കുവാൻ. അവൻ എന്ത് ഫലമാണ്? ഹല്ലേലൂയ, ഞാനും നിങ്ങളുമെന്ന കർത്താവിൻ്റെ തിരുനിണം കൊടുത്ത് നേടിയ, വിലയേറിയ രക്തം കൊടുത്ത് നേടിയ ഞാനും നിങ്ങളുമെന്ന ഫലം ശേഖരിക്കുവാൻ എൻ്റെ കർത്താവെന്ന ആ യജമാനൻ, ആ കൃഷിക്കാരൻ, ആ യജമാനൻ വരുന്നൊരു ദിവസമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ ദീർഘക്ഷമയോടെ നമുക്ക് ആ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. ഇനി കർത്താവിൻ്റെ ആദ്യ ഫലം ആരാ? ഒന്ന് വായിക്കാമോ? യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യാക്കോബ് 1:18. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധമെന്ന, പക്ഷേ ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് എ കൈൻഡ് ഓഫ് എന്ന, ഒരു ഇനം ഫലമാണ്. ആദ്യ ഫലത്തിൽ ഒരു ഇനമാണ്. അപ്പം മറ്റൊരു ഇനമുണ്ട്. ആ മറ്റൊരു ഇനം എന്ന് പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആദ്യ ഫലത്തിൽ ഒരു ഇനം മാത്രമാണ്, ഒരു ഇനം. അടുത്ത ആദ്യ ഫലത്തിൽ മറ്റൊരു ഇനം എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. ഒന്ന് വായിക്കാമോ? യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. യിരെമ്യാവ് 2:3 ഒന്ന് വായിക്കാമോ? ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യ ഫലവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആദ്യ ഫല അതിൻ്റെ 2-ാമത്തെ ഇനമാണ് നമ്മൾ.
തിരിച്ചല്ലോ. ആ ആദ്യ ഫലത്തിൽ രണ്ടാമത്തെ ഇനമാണ് നമ്പാൽ. അപ്പം ഇസ്രായേൽ എന്ന ആ വിശുദ്ധ പൂർവ്വ പിതാക്കന്മാരെയും അത് ഈ പുതിയ ആദ്യ ഫലമെന്ന നമ്മളെയും ചേർക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഒരു യജമാനൻ എന്ന നിലയിൽ തൻ്റെ ഫലം ശേഖരിക്കുവാൻ കടന്നു വരുന്നുവെന്ന് ഹല്ലേലൂയ ഇവിടെ പറയുന്നു. അതുകൊണ്ട് നാം ദീർഘക്ഷമയോടെ നമുക്ക് ലഭിച്ച ഈ ഇത്ര വലിയ രക്ഷയെ ദീർഘക്ഷമയോടെ നാം കാത്തിരിക്കണമെന്ന് യാക്കോബ് അവിടെ പറയുകയാണ്. ഹൃദയ സ്ഥിരതയുള്ളവരായിട്ട് ദീർഘക്ഷമയോടെ നാം കാത്തിരിക്കണമെന്ന് ദാവീദ് അവിടെ പറയുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഞാനിവിടെ 3 ചിന്തകൾ നിങ്ങളുമായി ഇന്ന് രാത്രിയിൽ പങ്കുവെച്ചു. അപ്പോസ്തലന്മാരുടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്. ഒന്ന്, പൗലോസിൻ്റെ സാക്ഷ്യം, അവൻ മണവാളൻ എന്ന നിലയിൽ സഭയെ ചേർക്കുവാൻ വരുന്നു. 2, ഹല്ലേലൂയ, യോഹന്നാൻ്റെ സാക്ഷ്യം, ഒരു സ്വർഗീയൻ എന്ന നിലയിൽ തൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ വരുന്നു. 3, യാക്കോബിൻ്റെ സാക്ഷ്യം, ഒരു യജമാൻ എന്ന നിലയിൽ തൻ്റെ ആദ്യ ഫലം ശേഖരിക്കുവാൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരാറായി. ആമേൻ. നല്ല ഫലങ്ങളായിക്കൊണ്ട് ഹല്ലേലൂയ അവന് വേണ്ടി പ്രയോജനമുള്ള നല്ല ഫലങ്ങളായി ജീവിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹമുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് കൃത്യമായി നമ്മളോട് ദൈവിക ആലോചനകളെ നൽകി അനുഗ്രഹിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആധികാരത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നമുക്ക് 2 ദിവസങ്ങളിൽ, ഒന്ന് പ്രവാചകന്മാർ എഴുതിയ ആമേൻ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന് വരവിനുള്ള സാക്ഷ്യം, രണ്ടാമത് അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള സാക്ഷ്യം. അതിൽ 3 സാക്ഷ്യങ്ങളെ കുറിച്ച് ഇന്ന് ആമേൻ ദൈവദാസൻ നമ്മളോട് സംസാരിക്കാനിടയായി. എനിക്കറിയാം സെക്ഷൻ കഴിഞ്ഞിട്ടില്ല. നാളെ ദാസന് ജോലിയുണ്ടല്ലേ? ഇല്ല. ഓക്കെ. ആമേൻ. അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ന് അവധിയുണ്ടോ ഇതിൻ്റെ സെക്ഷൻസൊക്കെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ആ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഞാൻ പറയട്ടെ, ആധികാരത്തോടെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവദാസനെ ഈ ദിവസം ദൈവം ബലപ്പെടുത്തി. ആമേൻ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമ്മുടെ സഭയിൽ ഉള്ള ദൈവമക്കൾ തന്നെ വചനമെടുത്ത് ആധികാര്യത്തോടെ വചനമെടുത്ത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും നിത്യതയെക്കുറിച്ചും ഭാവബോധ്യത്തെക്കുറിച്ചും സംസാരിപ്പാൻ ദൈവം കൊടുത്ത കഴിവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. ഇനിയും ദൈവം ബലപ്പെടുത്തട്ടെ. ആമേൻ. ഞാൻ പറയാം, ഈ ആലയത്തിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഓരോ ക്ലാസ് സെക്ഷൻസും എനിക്ക് പൂർണ്ണ ഉറപ്പും വിശ്വാസമുണ്ട്. ആമേൻ സ്തോത്രം. ആത്മീകമായി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുകയാണെന്ന്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചനങ്ങളെല്ലാം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്ന ഒരു